പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് +2 CBSE ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് പറയാൻ പോകുന്നത്. 6 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയാ വരണേന്ന് നോക്കാം. അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യമാണ് ഫിക്സഡ് അസറ്റ് മാത്രമേ അതിൽ വരുള്ളൂ കേട്ടോ. അപ്പൊ ഫിക്സഡ് അസറ്റ്സിന്റെ പർച്ചേസും സെയിൽസും ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫോർമാറ്റില് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലാൻഡ് ആകാം, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് മെഷീനറി ആകാം, ഏത് വേണമെങ്കിലും ആകാം. അത് വിറ്റ് കിട്ടിയതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. പിന്നെ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എഴുതാം. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻടാൻജിബിൾ അസറ്റ്സ് ലൈക്ക് ഗുഡ് വില്ല, ട്രേഡ് മാർക്ക്, പേറ്റന്റ്സ്. അതിന്റെ ഇൻട്രസ്റ്റും ഡിവിഡൻഡും, അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റും ഡിവിഡൻഡും നമ്മൾ എഴുതാം. റിസീവ്ഡ് എഴുതാം. ഇത്രയും നമ്മൾ എഴുതുന്നത് പോസിറ്റീവ് ആണ് കേട്ടോ. ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇതിനുശേഷം നമ്മൾ പേയ്മെന്റ് ആണ് എഴുതുന്നത്. ഫിക്സഡ് അസറ്റിന്റെ കൊണ്ട് പർച്ചേസ് ചെയ്ത പോകുന്ന പേയ്മെന്റ്സ് എല്ലാം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാഷ് ഫ്ലോ കിട്ടും. പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ ക്യാഷ് ഫ്ലോ എഴുതണം. നെഗറ്റീവ് ആൻസർ വന്നാൽ ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി